Hello students, അപ്പോൾ ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അത്രയും ബുദ്ധിമുട്ടില്ല ബാക്കിയുള്ളത്. അപ്പോൾ ആ മെത്തേഡും എറർ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ എറർ ചോദിക്കാത്തതുമായ പ്രോബ്ലംസ് രണ്ടും വരുന്നുണ്ട്. രണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0 ബൈ ഫിക്സ്ഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതിൽ നിന്ന് ജി ഓഫ് എക്സ് സെലക്ട് ചെയ്യണം. ആൻഡ് മോഡ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആകുന്ന വിധത്തിൽ നമുക്ക് എക്സ് നോട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ആ ഇൻ്റർവെൽ തന്നിട്ടില്ല, എക്സ് നോട്ട് തന്നിട്ടില്ല, അതുപോലെ തന്നെ എറർ കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് രണ്ട് രീതിയിൽ, ഞാൻ ഇപ്പോൾ തൽക്കാലം രണ്ട് രീതിയിൽ എഴുതിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒന്ന് നമുക്ക് ലെസ് ദാൻ 1 ആകുന്ന വിധത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഒന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 3x മൈനസ് 1 എഴുതാം. അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 3 മൈനസ് 1 ബൈ എക്സ് എഴുതാം. പിന്നെ ഒന്ന് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 3 എഴുതാം. അപ്പോൾ രണ്ടും ഞാൻ എടുത്തിട്ട് മോഡ് ജി ഡാഷ് ഓഫ് എക്സ് ഇവിടെ 1 ബൈ എക്സ് സ്ക്വയർ കിട്ടും. ജി ഡാഷ് ഓഫ് എക്സ് ഇവിടെ 1 ബൈ എക്സ് സ്ക്വയർ കിട്ടും. ഇവിടെ ജി ഡാഷ് ഓഫ് എക്സ് 2 ബൈ 3 എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് മോഡ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആവണേ നോക്കാം. ഞാൻ ഇതിനെ നോക്കുന്നില്ല. ഇതിനെ നമുക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇതിനെ ചെയ്ത് നോക്കാം, ഇതിനെ ചെയ്ത് നോക്കണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഇൻ്റർവെൽ പറയാത്തത് കൊണ്ട് ഇതിലെവിടെയാണ് ലെസ് ദാൻ 1 വരുന്നതെന്നുള്ളത് നോക്കിയാൽ മതി. ഏതെടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ഇൻ്റർവെൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവെല്ലിനകത്ത് എപ്പോഴാണ് മോഡ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആവണേ, ഏതിനാണ് അത് കുറച്ചുകൂടെ സ്യൂട്ട് ആവണേ എന്ന് നോക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇൻ്റർവെൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് ചെയ്യണമെങ്കിൽ ഇതെടുത്ത് ചെയ്യാം, ഇതെടുത്ത് ചെയ്യണമെങ്കിൽ ഇതെടുത്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 ബൈ എക്സ് സ്ക്വയർ ആണ്. നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുന്ന ഏത് വാല്യൂ എടുത്താലും, ഗ്രേറ്റർ ദാൻ 1 വരുന്ന ഏത് വാല്യൂ എടുത്താലും 1 ബൈ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആയിരിക്കും. ഇതിങ്ങനെ എക്സിന് വേണ്ടി സോൾവ് ചെയ്താൽ മതി. മോഡ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1. 1 ബൈ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ എക്സ്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെ എക്സിന് വേണ്ടി സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. എപ്പോഴാണ് എന്നറിയാനായിട്ട് അത് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇവിടെ നോക്കൂ, ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ബൈ 3 ആണ്. അപ്പോൾ ഇത് എപ്പോഴാണ് ലെസ് ദാൻ 1 ആവണേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ എക്സിൻ്റെ വാല്യൂ എന്തെടുക്കണം എന്നുള്ളത് കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2 ബൈ 3 എക്സ് ലെസ് ദാൻ 1 ആവണത് എക്സ് ലെസ് ദാൻ 3 ബൈ 2 ആകുമ്പോഴാണ്. ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഇതും അങ്ങനെ സോൾവ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടില്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 ബൈ എക്സ് സ്ക്വയർ ആണ് മോഡ് ജി ഡാഷ് ഓഫ് എക്സ് വരിക. 1 ബൈ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആവുക എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴാണ് അത് സംഭവിക്കുക. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ മോഡ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇതാണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 മൈനസ് 1 ബൈ എക്സ് എന്ന് ഐട്രേറ്റീവ് ഫോർമുല സെലക്ട് ചെയ്യും. അപ്പോൾ ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ടും ഇൻ്റർവെൽ ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ടും ഞാൻ ജസ്റ്റ് അതിന് തൊട്ട് ഗ്രേറ്റർ ദാൻ 1 തൊട്ട് ഉള്ള ഒരു വാല്യൂ 1.5 എടുത്തിട്ട് ഐട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഇതായിരുന്നു നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ എക്സ് ലെസ് ദാൻ 3 ബൈ 2, അതായത് എക്സ് ലെസ് ദാൻ 1.5. അപ്പോൾ എക്സിന് അതിനനുസരിച്ച് 1.5നേക്കാളും ചെറിയ വാല്യൂ എടുത്തിട്ട് ഇതാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ചെയ്യണം കേട്ടോ. അത്ര വ്യത്യാസമുള്ളൂ. ദെൻ ഫസ്റ്റ് ഐട്രേഷൻ ചെയ്യുമ്പോൾ n ഈക്വൽ ടു 0 കൊടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, n ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഐട്രേറ്റീവ് ഫോർമുല ഇതാണ്. എക്സ് എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 മൈനസ് 1 ബൈ എക്സ് എൻ കൊടുക്കുന്നു, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്തത് n ഈക്വൽ ടു 1 കൊടുക്കുന്നു, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്തത് n ഈക്വൽ ടു 2 കൊടുക്കുന്നു, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യുക വാല്യൂ ഒക്കെ ശരിയല്ലേ എന്നുള്ളത്. അങ്ങനെ ഏകദേശം രണ്ട് പോയിന്റിനൊക്കെ രണ്ട് വാല്യൂവിനൊക്കെ ഏകദേശം സെയിം ആയി വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ ഇതാണ് സൊല്യൂഷൻ എഴുതി വെച്ചു. സിമ്പിളായിട്ടൊരു പ്രോബ്ലം ചോദിക്കണമെങ്കിൽ ഇത്ര ചെയ്യാനുള്ളൂ. ഇന്നലെ നിങ്ങൾക്കത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയത് ഞാനത് മനഃപൂർവ്വം ഒരു വലിയ ക്വസ്റ്റ്യൻ, ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആദ്യം തന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ളത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ തന്നത്. പിന്നെ അത് പഴയ ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 2x ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് 3 കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ അതിൽ നിന്ന് എക്സിനെ നമ്മളിതാ 1/2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് 3 ആ ഒരൊറ്റ ഫോമിൽ തന്നെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് അത്ര സമയം ഉണ്ടെങ്കിൽ മാത്രം ആ ഒന്നിലധികം രീതിയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും എടുത്താൽ മതിയാവും. പ്രത്യേകിച്ച് അവിടെ ഇൻ്റർവെൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 1/2 ഫൈ ജിക്ക് പകരം ഇവിടെ ഫൈ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കോസ് എക്സ് പ്ലസ് 3 ആണെന്ന് എടുക്കുക. അപ്പോൾ മോഡ് ഫൈ ഡാഷ് ഓഫ് എക്സ്, അതിനിടയിൽ ഇവിടെ ഫൈ ഡാഷ് ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഫൈ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് മൈനസ് സൈൻ എക്സ് ബൈ 2 കിട്ടും. മൈനസ് സൈൻ എക്സ് ബൈ 2 കിട്ടും. അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ
കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലേ? അതെ, മൈനസ് സൈൻ എക്സ് ബൈ 2 കിട്ടും. മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ സൈൻ എക്സ് ബൈ 2 കിട്ടും. അതെപ്പോഴാണ് ലെസ് ദാൻ 1 ആവണേന്ന് നോക്കണം. അതെപ്പോഴാണ് ലെസ് ദാൻ 1 ആവണേന്ന് നോക്കണം. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് ലെസ് ദാൻ 1 ആവണമെങ്കിൽ എന്ത് വേണം? ഇതിനനുസരിച്ച് സോൾവ് ചെയ്യുക. മോഡ് സൈൻ എക്സ് ഇവിടെ കുറച്ചുകൂടെ സോൾവ് ചെയ്യുന്നതിന് പകരം ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ സൈൻ എക്സ് മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ -π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് നമ്മൾ വെറുതെ സെലക്ട് ചെയ്തതാണ്. ഏത് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിലും മോഡ് സൈൻ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 വരെയാണ് പോവുള്ളൂ, വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ ഏത് എക്സ് സെലക്ട് ചെയ്താലും ചിലതിന് അങ്ങനെയായിരിക്കും, സോൾവ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഏത് എക്സ് എടുത്താലും അത് ലെസ് ദാൻ 1 ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ ഈ കേസിൽ അങ്ങനെയാണ്. ഇത് സോൾവ് ചെയ്യണം എന്നില്ല, എക്സിന് വേണ്ടി സോൾവ് ചെയ്യണം എന്നില്ല. അല്ലാണ്ട് തന്നെ ഇൻഇക്വാളിറ്റിയെ സോൾവ് ചെയ്യാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എപ്പോഴും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം 1/2 വരെ പോവുള്ളൂ, വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ ഏത് എക്സ് എടുത്താലും മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഞാൻ ഇൻ പെർട്ടിക്കുലർ നമ്മുടെ സൗകര്യാർത്ഥം -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എടുത്തിട്ടുണ്ട്. നമ്മുടെ സൗകര്യാർത്ഥം എടുത്തതാണ്. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് വിത്ത് ദ വാല്യൂ എക്സ് നോട്ട് ഈക്വൽ ടു π/2. സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് π/2 സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഏത് എക്സ് എടുത്താലും ഇത് ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഏത് എക്സ് നോട്ട് എടുത്ത് ചെയ്താലും അതൊന്നും ഒരു പ്രശ്നമാവില്ല. എന്നിട്ട് ഐട്രേഷൻ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐട്രേഷൻ ചെയ്തത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങൾ നോട്ടിൽ ചെയ്യുമ്പോൾ എന്ത് വേണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി ഓരോന്നും കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ തന്നെയല്ലേ വാല്യൂ വരുന്നതെന്നുള്ളത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നോക്കിയേ 1.523 ഇവിടെ, 1.524 ഇവിടെ, ഏകദേശം 2 പ്ലേസിന് അത്യാവശ്യം മാച്ചായി വന്നപ്പോൾ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 3 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം. കണ്ടോ, കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നില്ലേ? ഇത്രയേ ഉള്ളൂ ശരിക്കും ചെയ്യാനായിട്ട്. മറ്റേത് എററും കൂടെ ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ മോഡ് g' ലെസ് ദാൻ 1 ആകുന്നത് എപ്പോഴാണെന്നുള്ളതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആ g സെലക്ട് ചെയ്യുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കൂ. യൂസ് ദ മെത്തേഡ് ഓഫ് ഐട്രേഷൻ ടു ഫൈൻഡ് എ പോസിറ്റീവ് റൂട്ട് ബിറ്റ്വീൻ 0 ആൻഡ് 1 ഓഫ് ദ ഇക്വേഷൻ എക്സ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1ൽ നിന്ന് എക്സ് ഈക്വൽ ടു g ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ നമുക്ക് ബിറ്റ്വീൻ 0 ആൻഡ് 1 പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവെൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1ൽ നിന്ന് എക്സ് ഈക്വൽ ടു 1/e റേസ് ടു എക്സ്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ φ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ടെക്സ്റ്റിൽ g പകരം എപ്പോഴും φ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ g ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. സോ ദാറ്റ് φ' ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി ഇത് എപ്പോഴാണ് ലെസ് ദാൻ 1 ആവണേന്ന് അറിയണം. അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇതിവിടെ ചെയ്തിടാം കേട്ടോ. അതിന് എങ്ങനെ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മോഡ് φ' എന്ന് പറഞ്ഞാൽ മോഡ് ഇ റേസ് ടു മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ 1 ആവണം. അതായത് മോഡുലസ് വാല്യൂ ഓഫ് മൈനസ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ലെസ് ദാൻ 1 ആവണം. എന്ന് വെച്ചാൽ 1/e റേസ് ടു എക്സ് ലെസ് ദാൻ 1 ആവണം. എന്ന് വെച്ചാൽ 1 ലെസ് ദാൻ ഇ റേസ് ടു എക്സ് ആവണം. മീൻസ് ln1 ലോഗരിതം എടുക്കുക രണ്ട് സൈഡിലും. ln1 ഈസ് ലെസ് ദാൻ എക്സ് ആവണം. ln1 ഈസ് 0 ലെസ് ദാൻ എക്സ് ആവണം. എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, സോ മോഡ് φ' ഈസ് ലെസ് ദാൻ 1 whenever എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ കറക്ഷൻ ഉള്ളത് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. സോ വിച്ച് അഷ്യൂസ് ദ iterative process definition by xn plus 1 is equal to phi of x and will be convergent when in between 0 and 1 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് we have 0 less than x less than 1. ശരിക്കും നമുക്ക് x greater than 0 എന്നുള്ള കണ്ടീഷൻ നോക്കിയാൽ മതി. അത് in between 0 and 1 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ 1 എന്നുള്ള റെസ്ട്രിക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അതില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് x greater than 0 എന്ന് മാത്രമേ എഴുതുള്ളായിരുന്നു, 1ൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ. അപ്പോൾ ഇറ്ററേറ്റീവ് ഫോർമുല എന്ന് പറയുന്നത് xn plus 1 is equal to e raised to minus xn എന്നാണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0യും എക്സ് നമുക്ക് 0യുടെയും 1ൻ്റെയും ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന ഏത് വാല്യൂം സെലക്ട് ചെയ്യാം. നമുക്ക് റൂട്ട് 0ൻ്റെയും 1ൻ്റെയും ഉള്ളിൽ വേണം എന്നുള്ളതുകൊണ്ട് എക്സ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിട്ട് എക്സ് നോട്ട് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 0.5 ആണ് ഞാൻ എക്സ് നോട്ടായിട്ട് എടുത്തിരിക്കുന്നത്. ദെൻ ഈ ഫോർമുലയിൽ കൊടുത്ത് ഓരോ ഐറ്ററേഷൻസും നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. ഇതിൽ ജസ്റ്റ് ഒരു വാല്യൂസ് ഒക്കെ എഴുതി പോയിട്ടുള്ളൂ, 1-2 എണ്ണത്തിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി ഇതൊക്കെ തന്നെ വാല്യൂ കിട്ടുന്നില്ലേ എന്ന് വെരിഫൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നോക്കി ഇവിടെ ഏകദേശമൊക്കെ വാല്യൂ 0.56 ആ ഒരു ഫോമിൽ വന്നപ്പോൾ 0.57 ആണ്, എന്നാൽ ഏകദേശം ആ ഒരു വാല്യൂ ആ ഒരു ഫോമിലേക്ക് വന്നപ്പോൾ ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അപ്രോക്സിമേറ്റ് റൂട്ടായിട്ട് വരുന്നത്. വേറൊരെണ്ണം ഇതാ, ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. f(x) = x³ + x - 1 = 0 ബൈ ഫിക്സ്ഡ് പോയിന്റ് ഐറ്ററേഷൻ. അപ്പോൾ ഇതിലെ ഇതാ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന് രണ്ടെണ്ണത്തിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുത്ത് =1 എഴുതി, എന്നിട്ട് ഇതിനെ x = 1/x² + 1 എന്നുള്ള ഫോമിൽ എഴുതി. ഇവിടെ പ്രത്യേകിച്ച് ഇൻ്റർവെൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്ത് മോഡുലസ് വാല്യൂ എടുത്തു. ഡെറിവേറ്റീവ് നിങ്ങൾ എഴുതുമ്പോൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് എഴുതിക്കോളൂ കേട്ടോ, എന്നിട്ട് മോഡുലസ് വാല്യൂ എടുത്താൽ മതി. ഇവർ നേരിട്ട് മോഡുലസ് വാല്യൂലാക്കി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത് <1 ആവണം. ഇത് <1 എപ്പോഴാവാന്നുള്ളത് സോൾവ് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഏത് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് <1 ആണ് എന്നുള്ളത് സോൾവ് ചെയ്ത് നോക്കിയാൽ കിട്ടും. അതിവിടെ ഇവർ സോൾവ് ചെയ്തിട്ടില്ല, നമ്മളത് ചെയ്യുന്ന സമയത്ത് അത് സോൾവ് ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പോൾ ഇത് 2 മോളിലും പിന്നെ 1 + x² ഡിനോമിനേറ്റർ വാല്യൂസ് ഉള്ളതുകൊണ്ടും എന്തായാലും ഇത് <1 ആയിട്ട് തന്നെ തുടരും. കാരണം മോളിലുള്ളതിൻ്റെ ഇപ്പോൾ എക്സ് മുകളിലുണ്ടെങ്കിൽ തന്നെയും മുകളിലുള്ളതിനേക്കാളും ഡിഗ്രി കൂടുതൽ താഴ്ത്തുണ്ട്. അപ്പോൾ പോളിനോമിയൽസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മുകളിലുള്ള ഡിഗ്രീനേക്കാളും താഴെ ഡിഗ്രി കൂടുതലുണ്ടെങ്കിൽ അതെപ്പോഴും <1 തന്നെയായിരിക്കും. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അത് <1 തന്നെയായിരിക്കും. അപ്പോൾ അതാണ് അവർ നേരിട്ട് എഴുതിക്കുന്നത്, സോൾവ് ചെയ്തൊന്നും നോക്കാണ്ട് നേരിട്ട് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് സോൾവ് ചെയ്യാനിരുന്നാൽ കുറേ നേരം എടുക്കും അല്ലേ. അപ്പോൾ ആ സൈൻ എക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതും അതുപോലെ തന്നെയാണ്. ചിലത് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് എഴുതേണ്ടി വരും, ചിലത് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എക്സിന് ഏത് വാല്യൂ എടുക്കാം എന്നുള്ളത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏത് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിത് <1 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് x0 ആയിട്ട് ഏത് എക്സിനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സൗകര്യാർത്ഥം x0 = 1 സെലക്ട് ചെയ്തിട്ട് ഐറ്ററേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ അത് ഐറ്ററേഷൻ വാല്യൂസ് മാത്രമേ ഉള്ളൂ, നിങ്ങളത് ഡീറ്റെയിൽഡായിട്ട് എഴുതി നോക്കുക. ഏകദേശം 0.65 ആണ് ഇവിടെ 0.7 വന്നപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ആ ഒരു 6-7 ഐറ്ററേഷൻസ് ചെയ്യുക, അപ്പോഴത്തേക്കും ഏകദേശം സെയിം ആയിട്ടൊക്കെ കിട്ടും. അത്രയൊക്കെ ചെയ്താൽ മതിയാവും, അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 6-7 എണ്ണം ചെയ്യുക, അപ്പോൾ ഏകദേശം സെയിം ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. മറ്റേത് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനത്തെ വരാതിരിക്കില്ല. കാരണം നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിൻ്റെ എക്സസൈസിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് അത് വരാം. അപ്പോൾ അതും പഠിക്കുക, പ്ലസ് ഇതും പഠിക്കുക. ഓക്കെ.